കറണ്ട് പോയോ? ചതിച്ചല്ലോ ദൈവമേ. മോന്റെ ഡ്രസ്സ് തേച്ചതിന് ശേഷം തേക്കാന്ന് കരുതിയതാ. ഇനി തേക്കാത്ത സാരി ഉടുത്തോണ്ട് പോകേണ്ടി വരുമല്ലോ. പകലും തുടങ്ങിയോ കറണ്ട് കെട്ട്? ആരാ മനസ്സിലായില്ല? ഇലക്ട്രിസിറ്റി. ആഹാ, കൃത്യസമയത്ത് തന്നെ നിങ്ങൾ എത്തി. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയതാ, കറണ്ട് പോയി. പോയതല്ല, ഊരിയതാ. കണ്ടില്ലേ ഫീസ്? അതെ, സമയത്ത് കറണ്ട് ബില്ല് അടയ്ക്കണം. കറണ്ട് കട്ടേണ്ട സമയം കഴിഞ്ഞിട്ട് ദിവസം 5 ആയി. വീടൊക്കെ ഭയങ്കര ഗെറ്റപ്പാ, പക്ഷെ കാശ് അടയ്ക്കാൻ സെറ്റപ്പ് ഇല്ലെന്നാ തോന്നണേ. ഞങ്ങള് ബില്ല് അടച്ചതാണല്ലോ. ബില്ലടക്കേ, വെറുതെ പണി ഉണ്ടാക്കല്ലേ മാഡം. ബില്ലടച്ചെങ്കിൽ ഇവിടെ വന്ന് ഫ്യൂസർ എനിക്ക് എന്താ തലയ്ക്ക് പ്രാന്താ. രസീത് എന്താ കയ്യില്? റെസീറ്റ് മോന്റെ കയ്യിലാ, അവനാ അടച്ചത്. അവൻ അടച്ചു കാണൂല, അടിച്ച് മാറ്റി കാണും. ഇന്നേ കുറെ ഫീസ് ഊരാളോടെ നേരത്തെ ഇറങ്ങിയത്. ഐശ്വര്യമായിട്ട് ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് ഊരാന്ന് കരുതി. എന്തായാലും പയ്യൻസിനോട് എന്റെ അന്വേഷണം പറഞ്ഞു. ഗുഡ് മോർണിംഗ് പത്മ ചേച്ചി. ഹൗ ആർ യു? എത്ര നേരായി ഞാൻ വിളിക്കുന്നു. ഡാ, നീ ഞങ്ങളുടെ കറണ്ട് ബില്ലൊന്ന് അടയ്ക്കണം. ജോസിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കറണ്ട് കട്ടായി. വെരി സോറി ചേച്ചി, എനിക്കിനി നാളെ അപ്പോയിന്റ്മെന്റ് തരാൻ പറ്റും. ഭയങ്കര ബിസിയാ. നാളെ തന്നെ അടച്ചേക്കാം. പിന്നെ എന്റെ കാര്യം കുട്ടപ്പ സാറിനോടൊന്ന് പറയണം. ജപ്പാനിലേക്ക് അടുത്ത കണ്ടെയ്നർ എപ്പോഴാ പോണേ? ജപ്പാന്റെ കാര്യം പറയുമ്പോ അപ്പം കട്ട് ചെയ്യും. ഹായ് ഗേൾസ്. ഹായ് ഹായ്, ഐ ആം ജപ്പാൻ ബാബു, a special tourist guide for Japanese ladies. Sometimes I handle Iraqi people. Nice to meet you. നല്ല മാർദ്ദമുള്ള കൈ. ദൈവം എന്തിനാ ഈ ബാബുവിനെ ഇന്ത്യയിൽ ജനിപ്പിച്ചു? Welcome to Kerala. Kerala is a very small beautiful country like me. Yes, we know. You know? Then follow me. Come on girls. Mr. Parshudaman axe throw to the sea and Kerala happened. What? Meru Arichu Kerala died. But how can he throw 800 kilometers? No, it's not possible. I don't believe it. Believe it. You don't know Parshudaman. He will throw. First time he will throw, മനുവിന്റെ പിടി ഊരിപ്പോയി. പിന്നീട് കൈ ഉളിക്കിരുന്ന പറഞ്ഞ ഏറാണ് ഏറ്. ആക്ച്വലി കുറച്ചുകൂടെ ശക്തിയായി എറിഞ്ഞിരുന്നെങ്കിൽ തമിഴ്നാട് കൂടെ കേരള ആയേനെ. I will give an experiment. See, this is a kalli. Look, even I can throw. Well, it's long time you walk here, Mr. Shamina Indian style. എറിഞ്ഞ് തീർന്നില്ല. ദേ പരശുരാമനെ എടുത്തോണ്ട് വരുന്നു. എന്താടാ കബീറ, എന്തു പറ്റി? ഏതോ ഒരു നായിന്റെ മുനി കള്ള സൈത്താന്റെ തലയെറിഞ്ഞ് പൊടിച്ചു കളഞ്ഞു. രക്ഷപ്പെട്ടു. Come to the point. See, it's all because of you, you stupid fella. Come on, let's go. Pole, please. Dance. Pole. ഇന്ന് തന്നെ അങ്ങ് എത്തിച്ചേക്കണം. ശരി സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ജാഫറെ ലഡ്ഡു എടുക്ക്. എന്താ മാഡം വിശേഷിച്ച്? മോക്കോല കല്യാണം ഫിക്സ് ആയി? ഏയ് കല്യാണമൊന്നുമല്ല, മോക്ക് ജോലി കിട്ടി. ഇൻഫോസിസിലാ. സ്റ്റാർട്ടിങ് 40,000 ശമ്പളം. ആണോ? ജാഫ്രിക്ക. ആഫ്രിക്കയോ? ജാഫ്രിക്കാന്ന് വിളിച്ചാണേ. ലഡ്ഡു എടുക്ക്. 2 എണ്ണം കൂടുതലെടുത്തോ, ചേച്ചിക്കും കൊടുക്കാലോ. അവൾക്ക് ഇനി ലഡുവിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. പത്മ മാഡത്തിന്റെ മോന്റെ കൂടെ പഠിച്ചല്ലേ ഈ സാനിബ? മോനിപ്പോ എന്നായിരുന്നു? എഞ്ചിനീയറിംഗ് പാസ്സല്ലേ അവൻ? കഴിഞ്ഞു. പക്ഷേ 2 പേപ്പറും കൂടി കിട്ടാനുള്ളൂ. എഴുതിയ പേപ്പറിനൊക്കെ നല്ല മാർക്കാ. 2 പരീക്ഷയ്ക്ക് അവനെ മഞ്ഞപ്പിത്തായിരുന്നു. അത് മാത്രം എഴുതിയില്ല. ഈ കോർപ്പറേഷൻ വെള്ളത്തിന്റെ ഒരു ഗുണേ. അല്ല, കഴിഞ്ഞ 2 വർഷം മഞ്ഞപ്പിത്തമായിരുന്നോ മാഡം? കോഴ്സ് കഴിഞ്ഞിട്ട് 2 വർഷമായില്ലേ? അതെ, ഇപ്പോഴത്തെ പിള്ളേർക്ക് പിത്തത്തിന്റെ അസുഖത്തിന് കൂടുതലാ അല്ലേ മാഡം? ഞാൻ ഈ ഫയൽ ഒന്ന് കുട്ടവൻ സാറിന് കൊടുത്തിട്ട് വരട്ടെ. ആയിക്കോട്ടെ. ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്. പത്മേ, നാളെ മാക്സ് മാർക്ക് കമ്പനിക്കാരുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. ഡിന്നർ ടാജിലാണ്. പത്മ ഉണ്ടാവണം. നാളെ
നാളെ ജോസിക്ക് ഒരു വഴിപാട് നടത്താൻ ചോറ്റാനിക്കര വരെ ഒന്ന് പോണം. എന്റെ പത്മേ, അവന് വേണ്ടിയിട്ടുള്ള ഈ നേർച്ചയും വഴിപാടും ഒക്കെ ഇനിയെങ്കിലും നിർത്തിക്കൂടെ? കുറെ നാളായി അവനെ കണ്ടിട്ട്. എവിടെയുണ്ട് കക്ഷി? രാവിലെ തന്നെ ഏതോ കൂട്ടുകാരന്റെ അപ്പം മരിച്ചു എന്നും പറഞ്ഞ് ശവടക്കിന് പോയിരിക്കുക. ഒരുപാട് ലൈറ്റുള്ള പോലൊക്കെ തോന്നുന്നുണ്ടല്ലോ. കർത്താവ് ഫിറ്റാണോ? ഇതെന്താണ്? അമ്മ ഉറങ്ങിയില്ലേ? എന്താ ഇന്നും ഇത്ര വൈകിയത്? എന്തായിരുന്നു അത്? ഗോപിയുടെ അച്ഛന് ശ്വാസം മുട്ടലമ്മ. ആരുടെ അച്ഛന്? ജോസിന്റെ അച്ഛന് ശ്വാസം മുട്ടല്ല. നീ ഇന്നും കള്ളു കുടിച്ചല്ലേ? അമ്മ ഈ പോലീസിന്റെ മെഷീനെ പറ്റിക്കാൻ പറ്റും, പക്ഷെ എന്റെ അമ്മേനെ പറ്റിക്കാൻ പറ്റില്ല. അമ്മക്ക് പോലീസ് ചേരാൻ നാറ്റം. ചാമ ഒരു ബിയർ അടിച്ചോണ്ടാണെങ്കിലോ കൊഞ്ചാൻ വരല്ലേ? ഞാൻ എന്നോട് പറഞ്ഞാണ് കഴിക്കേണ്ടത്. ആ കറണ്ട് ബില്ല് അടച്ചതിന്റെ റെസീറ്റ് എവിടെ? കറണ്ട് ബില്ലടച്ച നുണയൊന്നും വേണ്ട. താങ്ക്സ്. ഈ മാതാപിതാക്കളാണ് മക്കളെ കൊണ്ട് നുണ പറയിക്കുന്നത്. ഇതുപോലെ ചോദിക്കാതിരുന്ന പോരെ, അവര് നന്നാവും. എന്നാ ഇന്ന് ഇരുട്ടത്തിരുന്നോ? ലൈൻമാൻ വന്ന് ഫ്യൂസ് ഊരിക്കൊണ്ട് പോയി. ആണോ? 2 മാസത്തെ ബില്ലടച്ചില്ലെങ്കിൽ അപ്പോരും വൃത്തികെട്ടവൻ. സാരല്ലമ്മേ, ഈ ബംഗാളിലും ത്രിപുരയിലൊന്നും ആളുകൾ കറണ്ടില്ലാതെയാണ് ജീവിക്കുന്നത്. ഇതേ കേരളമാണ്. ഇതും ആ ലിസ്റ്റിലേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. പോടാ. ഇന്ന് എന്താ പ്രത്യേകതന്നറിയോ? ഇന്ന് ദീപാവലി അല്ല, വിഷു അല്ലല്ലോ. ഔ അമ്മാ, പിണ്ടിപ്പെരുന്നാളല്ലേ? പനങ്കള്ള് അല്ല, പനനങ്ക്. അമ്മ ഇത് എവിടെ നിന്ന് തപ്പിക്കൊണ്ടുവരണമോ? ഞാനിത് എവിടെയൊക്കെ മഷിയിട്ട് നോക്കിയിട്ട് കിട്ടണല്ലോ. പിരിയോ? ഇന്ന് നിന്റെ അപ്പച്ചന്റെ പിറന്നാളാ, ഓർക്കുന്നുണ്ടോ? ഞാൻ മറന്നുപോയി. വെടിക്കെട്ടാണ്. ആ ചിരി കണ്ടാലറിയാം ആളൊരു ചക്കരയാണ്. നിന്റെ ഈ കഴിക്കല് കാണുമ്പോ എനിക്ക് നിന്റെ അപ്പച്ചനെ ഓർമ്മ വരണത്. വലിയ ഇഷ്ടായിരുന്നു ആൾക്ക് പനനൊങ്ക്. പാലക്കാട് നിറയെ പനയല്ലേ. എന്നെ കാണാൻ വരുമ്പോ പനനൊങ്ക് തിന്നാൻ കൊതി പറഞ്ഞു നടക്കുമായിരുന്നു. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ അഗ്രഹാരത്തിന് വന്ന അമ്മയെ പ്രേമിക്കാൻ അപ്പച്ചന് എന്തിന്റെ ഭ്രാന്തായിരുന്നു? ഒന്ന് പോടാ അവിടുന്ന്. അതിന് പ്രധാന കാരണേ, ഞാൻ പണ്ട് കാണാൻ നല്ല സ്മാർട്ടായിരുന്നു. ഇതെന്തൊരു നോണച്ചിയാണിത്? കുന്തം. എന്റെ അമ്മ റൊമാൻറ്റിക്കായി. എന്റെ പുന്നാര പുന്നാര അമ്മയുടെയും അപ്പച്ചന്റെയും സ്നേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് ഗാനം എന്റെ ഫോണിലൂടെ. കായലൊന്നു ചിരിച്ച കരയാകെ നീർമുത്ത്, എന്താ ഓമലൊന്നു ചിരിച്ച പൊട്ടിച്ചിതറും പൊന്മുത്ത്. കായലൊന്നു ചിരിച്ച കരയാകെ നീർമുത്ത്, ഓമലൊന്നു ചിരിച്ച പൊട്ടിച്ചിതറും പൊന്മുത്ത്. ആയിഷയുടെ മോള്, അവക്ക് ഇൻഫോസിസിൽ ജോലി കിട്ടിയിടാ. എന്റെ മോനും ആ കിട്ടാനുള്ള 2 പേപ്പറും കൂടി എഴുതിയെടുക്കണം. അപ്പൊ ഒരു എഞ്ചിനീയർ ആവില്ലേ? ഇന്ന് അപ്പച്ചന്റെ പിറന്നാളല്ലേടാ, ഒരു തീരുമാനം എടുക്കണം. അമ്മേ, അമ്മയുടെ മകൻ ജോഷി സത്യം ചെയ്യാണമ്മേ. ഇത്തവണ പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകും അമ്മേ.
ഇനി എന്റെ അമ്മ ഒന്ന് ചിരിച്ച്. അയ്യോ അങ്ങനെയല്ലേ ഇങ്ങനെ. ഡാ, അമ്മക്കുട്ടി ഞാനൊന്ന് കുളിക്കുന്നില്ല കേട്ടോ.